വാർത്തയിലേക്കാണ് എത്തുന്നത്. വാളയാറിലെ കൂട്ടക്കൊലപാതകം, അതായത് ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് കുടുംബം പറഞ്ഞിരിക്കുന്നു. അത് ഏറ്റെടുക്കാത്തതിനൊരു കാരണമുണ്ട്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കൊലപാതകത്തിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്നുള്ള ഒരാവശ്യമുണ്ട്. ആൾക്കൂട്ട കൊലപാതക വകുപ്പുകളും ചുമത്തണമെന്നുമുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രധാനമായും കുടുംബം രാംനാരായണന്റെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച രാംനാരായണന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണം, ആൾക്കൂട്ട കൊലപാതക വകുപ്പുകളും ചുമത്തണം, ഒപ്പം 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കണം എന്നുള്ളതാണ് ഈ കുടുംബം കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. നഷ്ടപരിഹാരം ലഭ്യമാകുന്നതുവരെ കേരളത്തിൽ തന്നെ തുടരുമെന്നും കൂടിയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കുടുംബം നിയമ നടപടികളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ആവശ്യം അത്രത്തോളം ശക്തമാണ്. ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. തല മുതൽ കാൽ വരെ 40ഓളം മുറിവുകളാണ് രാംനാരായണന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ വിശദാംശങ്ങളൊക്കെ ലഭിച്ചപ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. വീണ്ടും ഇത്തരത്തിലൊരു ആൾക്കൂട്ട കൊലപാതകം, അതും കേരളത്തിൽ ഇത്തരത്തിലൊരു ആൾക്കൂട്ട കൊലപാതകം നടന്നല്ലോ എന്നുള്ള തരത്തിലൊക്കെ വലിയൊരു ഞെട്ടലൊക്കെ ഉണ്ടാക്കി. അത് കുറച്ച് ക്രൂരമായിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഡിസംബർ 18-നാണ് ആ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് നിഗമനങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ സ്ത്രീകൾക്കും പങ്കുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ചില നിഗമനങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എന്തായാലും ആ നിഗമനങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് വാളയാർ പോലീസാണ് അന്വേഷിക്കുന്നത്. ചിലപ്പോൾ അത് ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് രാംനാരായണൻ. മോഷ്ടാവെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിലൊരു സംഘം മർദ്ദിച്ചത്. എന്നാൽ കയ്യിലൊരു മോഷണ വസ്തുവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് ലഭിച്ച ഒരു വിവരമെന്ന് പറഞ്ഞത്. അത്രത്തോളം ക്രൂരമായ ഒരു മർദ്ദനം, തല മുതൽ കാൽ വരെ 40ഓളം മുറിവുകൾ, പുറമെല്ലാം അടിച്ചു പൊളിച്ചിരുന്നു. അത്തരത്തിലുള്ള ക്രൂരമായ ഒരു മർദ്ദനം. പ്രതികളൊക്കെ ഇവിടെ നിന്നും നാട് വിട്ടു എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച്. വളരെ പെട്ടെന്ന് വാളയാർ പോലീസിൽ നിന്ന് അത് ക്രൈംബ്രാഞ്ചിലേക്ക് ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ ആ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. ആ ഒരു സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ചൊരു പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്നാൽ ഇനിയും ആളുകളുണ്ട്, ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള വിവരമൊക്കെ നമുക്ക് അങ്ങനെ ഓരോ നിമിഷവും അങ്ങനെ ലഭിച്ചു വരികയാണ്. അന്വേഷണം നല്ല ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നത്. 2 മണിക്കൂർ നീണ്ട ഒരു ആക്രമണമായിരുന്നു. അതിൽ ചില സ്ത്രീകളും മർദ്ദിച്ചെന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യം ഇത് കൃത്യമായൊരു പരിശോധനയുണ്ട്. 15ഓളം പേർ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലെ 5 പേരാണെന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റിലായത് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ അവരെ മൊഴിയെടുത്തൊക്കെ അതിന് കൃത്യമായൊരു വിവരമൊക്കെ ഒരു സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തുമെന്നുള്ളതാണ്. കുറേ പേർ നാട് വിട്ടു എന്നുള്ളതും കൂടി പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. നിരവധി പേരുടെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളുടേത് ഉൾപ്പെടെയുള്ള സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ വിവരങ്ങളൊക്കെ ശേഖരിച്ചായിരിക്കും കൂടുതൽ പേരിലേക്കൊക്കെ അന്വേഷണം നീളുക. ഈ വീഡിയോകൾ പ്രചരിപ്പിച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും. ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയൊക്കെ കേസെടുത്തേക്കുമെന്നുള്ള നിഗമനങ്ങളൊക്കെ നേരത്തെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയൊരു വിവരം എന്ന് പറയുന്നത് ഈ കുടുംബം കേരളത്തിൽ നിന്ന് വിട്ടുപോകില്ല. അതായത് നഷ്ടപരിഹാരം ലഭിക്കാതെ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ നഷ്ടപരിഹാരം ലഭിക്കാതെ കേരളത്തിൽ നിന്ന് വിട്ടുപോയില്ല, കേരളത്തിൽ തന്നെ തുടരും. ലഭിക്കുന്നതുവരെ കേരളത്തിൽ തന്നെ തുടരും. ഒപ്പം ഈ SC/ST നിയമപ്രകാരം കേസെടുക്കണം, പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം ഒരു കേസെടുക്കണം, ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വകുപ്പുകളൊക്കെ ചുമത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ കുടുംബം മുന്നോട്ട് വെക്കുന്നു.